ഇപ്പോൾ ശരത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് മിക്കവാറും ഈ പാട്ടെഴുത്തുകാരൊക്കെ ആയിട്ട് അടികൂടിയിട്ടുണ്ടാവും അല്ലേ? അതിനൊരു സാധ്യതയുണ്ട്, ഞാനങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോൾ സംഗതി പോരാന്ന് ഇപ്പോൾ ഗായകരുടെ അടുത്ത് പറഞ്ഞ മാതിരി എൻ്റെ ട്യൂണിനനുസരിച്ച് വാക്കുകൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് മിക്കവാറും പേരായിട്ട് അടികൂടിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ കൈതപ്പുറം എഴുതിയിട്ടുണ്ട് കുറേ പാട്ടുകൾ. കൈതപ്പുറം അണ്ണാച്ചിയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ക്ഷണക്കത്തിന് തിരുമേനിയല്ലേ? അതെ അതെ. അപ്പോൾ അതിൽ തന്നെ ഈ ആരാഗം എന്നുള്ള പാട്ട് പാടുമ്പോൾ തന്നെ അതൊന്നും ജസ്റ്റ് ഒന്ന് പാടി ശരത്തിൻ്റെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാലോ. നന്നായി. എന്നിട്ട് വേണം സംഗതി പറഞ്ഞു എന്ന് പറയാം. എനിക്ക് പറയാലോ. ആരാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം ലാളനമായി നിരാമയമാം പരാഗണമായി ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗവരപദംഗമുണരുകയായി എന്നരിയ ഹൃദയമന്ദപദതലങ്ങളുണരുകയായി വിദൂരതയിലാരാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം. എനിക്ക് വളരെ അണ്ണാച്ചിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വളരെ എനിക്ക് ലിറിക്ക് കിട്ടിയിട്ട് വളരെ സന്തോഷം തോന്നിയ ഒരു പാട്ട് സിബിച്ചേട്ടൻ്റെ പടത്തിൽ സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ നമ്മുടെ സുരേഷ് ഗോപി അണ്ണാച്ചിയുടെ ദാ വന്ന് ദാ പോയട ഗുരുവായൂർ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതിൽ പ്രണതോസ്മി ഗുരുവായൂപുരേശം എന്നൊരു പാട്ടുണ്ട്. പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേതസ്മരഹരിപാദം പ്രേമാശ്രുവാൽ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം പ്രദഭരിതതത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി. കാര്യം ഇതൊരു തത്തിയും തക്ക തക്കിട്ട തത്തിയും ക്ലാസിക്കലിലൊരു ഒരു കുറപ്പെന്ന് പറഞ്ഞ കുറപ്പല്ല, ഒരു ജതിയാണത്. അത് ഈസിയായിട്ട് സത്യം പ്രദഭരിത തത്വം മമ ഹൃദയ ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂർ. അതിന് മേളൊന്നും എഴുതാനില്ല. പിന്നെ അതുപോലെ ഓൻവി സാർ എഴുതുന്ന പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. ഓൻവി സാറിൻ്റെ അടുത്തൊന്നും നമുക്ക് പറയാം, എനിക്ക് ഇതുവരെ പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സാറിന് നമ്മൾ പാടി കേൾപ്പിക്കുക. അപ്പോൾ സാറ് തന്നെ അത് മാറ്റിത്തരും. കേൾക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഇരിക്കുന്നത് തോന്നിയാൽ സാറ് തന്നെ അത് മാറ്റിത്തരുക ചെയ്യാറ്. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം പാടാൻ തന്നെ കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ശരത്തിൻ്റെ സമകാലീനർ എന്ന് പറയുന്ന ഗാനരചയിതാക്കളിൽ നന്നായിട്ട് പാട്ടെഴുതുന്ന ഒരാളാണ് ബി ആർ പ്രസാദ്. പിന്നെ അല്ലേ, നിങ്ങൾ കുറേ പടങ്ങൾ ചെയ്തു. അപ്പോൾ ബി ആർ പ്രസാദ് ഇവിടെ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴോ? അതെ. ഓഹോ, എന്താ പേടിയില്ല? ഇല്ല, പേടിയില്ല. കെട്ടിപ്പിടിക്കാന്ന് വിചാരിച്ചിട്ടാണോ? ശരി ശരി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കട്ടെ. പ്രസാദ് നമസ്കാരം. നമസ്കാരം. ശരത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യുന്ന പടം ഏതാണ്? കുറേ സീരിയലുകൾ ചെയ്തു. പിന്നെ ഈ അടുത്ത കാലത്ത് ചെയ്തത് മറ്റേ തത്സമയ ഒരു പെൺകുട്ടിയിലെ പാട്ടാണ്. അത് വളരെ പോപ്പുലറായ പാട്ടുകൾ അല്ലേ, ശ്രദ്ധിക്കപ്പെട്ട പാട്ടായി. അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആ പാട്ട് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാലോ? അതിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ട്, കണ്ടിട്ട് തിരിച്ചു വരാം. രസമുള്ളൊരു പാട്ടാട്ടോ. അല്ല, എങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കൈതപ്പുറം പാട്ട് എഴുതുമ്പോൾ എന്നോട് അമിതമായ സ്വാതന്ത്ര്യമാണ് ബലാൽ സംഗീതം എന്ന് പറയുന്നത്. നിർബന്ധപൂർവ്വം സംഗീതം അതിൽ ചെലുത്തി സംഗീതം ബലാൽക്കാരമായി അതിനകത്ത് ഇന്ന വാക്ക് വരണം, അണ്ണാച്ചി അത് എഴുതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൈതപ്പുറത്തെക്കാളും കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടെ എന്നോടായിരിക്കും പെരുമാറുക എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബലമായി പിടിച്ച് എഴുതും എന്നൊക്കെ പറയുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ തമ്മിലാകുമ്പോൾ.
അങ്ങനത്തെ സുഖമുണ്ട് അതിന് വരുന്നതിന്. അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി അണ്ണാച്ചിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. വളരെ കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും വളരെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ തങ്ങളിൽ. ഡെയിലി വിളിക്കും, ചിലപ്പോൾ ചീത്ത വിളിക്കും. എന്തിനാന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, കേട്ട എന്തിനാന്ന് എനിക്കും അറിഞ്ഞുകൂടാ. എങ്ങാനും ആ ചീത്ത കേൾക്കാനൊരു സുഖം ഉണ്ടാവും, ഒരു സ്നേഹം ഉണ്ടാവും അതിൽ. അപ്പോൾ അദ്ദേഹം ഒരു ധ്യാനത്തിനെ പറ്റി എനിക്കൊരു മേഘതീർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ 13.5 മിനിറ്റുള്ള പാട്ടിന് അവാർഡ് കിട്ടിയ അതേ പടത്തിൽ ധ്യാനം കൊണ്ട് നനഞ്ഞ കണ്ണുകൾ, മൗനം കൊണ്ട് മെലിഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞൊരു സാധനം എഴുതുന്ന ധ്യാനത്തിനെ പറ്റി. അത് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത വൈബ് ഉണ്ടായിരുന്നു. ഞാനിത് പാടിയിട്ട് തീർച്ചയായിട്ടും ധ്യാനം കൊണ്ടു നനഞ്ഞ കണ്ണുകൾ, മൗനം കൊണ്ടു മെലിഞ്ഞ വാക്കുകൾ, ധ്യാനം കൊണ്ടു നനഞ്ഞ കണ്ണുകൾ, മൗനം കൊണ്ടു മെലിഞ്ഞ വാക്കുകൾ, ഒന്നേ തൊടേണ്ടു മനസ്സിൽ മുറുക്കി വെച്ച കമ്പികളിതിന്ദ്രിയ ബോധങ്ങൾ, ആയുരാരോഗ്യങ്ങൾ വിടരാൻ തണുപ്പിൻ്റെ താരസ്ഥായി, തണുപ്പിൻ്റെ താരസ്ഥായിലുയരും യോഗപാഠം പഠിക്കാൻ, യോഗപാഠം പഠിക്കാൻ. ഇത് തണുപ്പിൻ്റെ താരസ്ഥായി എന്ന് പറഞ്ഞാൽ തണുപ്പിൻ്റെ താരസ്ഥായി, തണുപ്പിന് താഴെയാണല്ലോ എന്നുള്ളത് കാണിച്ചപ്പോൾ എനിക്ക് ഗിരീഷനെ എണീച്ചൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു. കുറേ നേരം ഒരു ഫ്രഞ്ച് കിസ് പോലായിരുന്നത്. അതിന് ഞാൻ കുറേ വില കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗിരീഷിന്റെ നഷ്ടം നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് പാട്ടിന്റെ ഒരിക്കലും എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അതേ ഈ തച്ചോളി വർഗീസ് ചേകോർക്ക് പാട്ട് എഴുതുമ്പോൾ, ഗിരീഷ് അതിനകത്ത് പാട്ട് എഴുതുമ്പോൾ, മാലേയം മൃഗങ്ങളുടെ പാട്ട്, സൂര്യനാളം പാട്ടൊക്കെ എഴുതുമ്പോൾ ഞാൻ ഗിരീഷിന്റെ കൂടെ മുറിയിലുണ്ട്. ഞാനും കൂടെ ഇരുന്നാണ് സൂര്യനാളം പൊൻവിളക്കായി തിരിയൊഴിയെന്നായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. അത് ഞാൻ എഴുതുമ്പോൾ സൂര്യനാളം പൊൻവിളക്കായി തിരിയൊഴിയേ മിന്നൽ മേഘക്കച്ച കെട്ടിത്തരിരി, വേറെ അതാണ് വേണ്ട. സൂര്യനാളം പൊൻവിളക്കായി തിമൃതകതവും, അത് മതി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഈ ഒരു ജതിയും കൂടെ ഇട്ടിട്ടാക്കി. ഞാൻ പറഞ്ഞു വരി കുറച്ച് തന്നില്ലേ. അത് മാത്രമല്ല, ഇതിനകത്തെ മറ്റേ ആ മാലയം എന്നുള്ള പാട്ട് ഒരു ഇച്ചിരി എറോട്ടിക് സ്റ്റൈലിലുള്ള പാട്ടാണ്. അപ്പൊ അതിനകത്ത് അല്ല നല്ല പക്ഷെ അതിന്റെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് എന്ന് ട്യൂൺ ചെയ്യുമ്പോൾ ഒരക്ഷരവും ഒതുങ്ങാത്തൊരു ട്യൂണാണ്. ആ ട്യൂൺ മാത്രം എഴുതും. അപ്പോൾ അതിന് വെക്കേണ്ട വാക്കാലോചിച്ചിട്ട് ഗിരീഷ് ഇങ്ങനെ അലയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുറി മുഴുവൻ അവിടെ എന്ത് വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വാക്കെടുത്ത് കൂട്ടിച്ചേർത്ത് ഒരു വാക്ക് 3 അക്ഷരം എന്തായാലും വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അരച്ച് ചേർത്തിട്ട് 3 അക്ഷരങ്ങൾ അരച്ച് ചേർത്ത് ഒരു ശബ്ദമാക്കി മാറ്റിയാൽ നന്നായിരിക്കുന്നുണ്ട്. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ മാലേയം എന്ന് തുടങ്ങിയാലോ, അങ്ങനെയാണ് വരുന്നത്. സാധാരണ മാലയെന്ന് വെച്ചൊന്നും പാട്ട് തുടങ്ങാൻ പറ്റില്ല. പിന്നീട് അത് കണക്ട് ചെയ്യണമെങ്കിൽ വലിയ പാടാ. അതൊരു വലിയ കഴിവല്ലേ. പരഞ്ഞ ചന്ദനത്തിന്റെ ഒരു സുഗന്ധം വരും വരികളിൽ നിന്ന്. ഇങ്ങനെ ഗിരീഷിന്റെ പ്രയോഗം ഇങ്ങനെ വരും ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയണം. ഞാൻ ഈ മേഘതീർത്ഥം എന്നുള്ള ഫിലിം ചെയ്യുമ്പോൾ റൂമിൽ വന്നിട്ട് എന്നൊന്ന് പാടാം. അപ്പം ഞാൻ പറഞ്ഞു, അണ്ണാ ഇപ്പോൾ ഇത് ഞാൻ പാടിയ അണ്ണന് കേട്ടാൽ മനസ്സിലാവാത്ത ഒരു മൂഡിലാണ് അണ്ണാച്ചി ഉള്ളത്. ഞാനൊരു കാര്യം, ഞാൻ നാളെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പാടി നോക്കിയിട്ട് 340 പടത്തിന് എഴുതിയടാ ഗിരീഷ് പുത്തഞ്ചേരി, നീ എത്ര പടത്തിന് സംഗീത സംവിധാനം ചെയ്തു? വെല്ലുവിളിക്കാൻ തുടങ്ങി. എനിക്കാകുമ്പോൾ വിരലെണ്ണാന്ന് പടങ്ങളേ ഉള്ളൂ, ഒരു 3-4 ഉണ്ട്. ഞാൻ അണ്ണാ അതല്ല ഞാൻ പറഞ്ഞു, കുടിച്ചിട്ടൊക്കെ ഫ്രഷായിട്ട് തന്ന് നോക്കിയിട്ട് അപ്പോൾ എന്നിട്ട് പാടുമ്പോൾ നല്ല സുഖം ഉണ്ടാവുമല്ലോ. എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയത് പേപ്പർ, നിൻ്റെ പടവും വേണ്ട ഒരു കുന്തം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്തയും പിടിച്ചിട്ട് പോയി. നമ്മളൊക്കെ എന്ത് ചെയ്യും? അടുത്ത ദിവസം രാവിലെ കഥവിന് മുട്ടുന്നു, ഇപ്പം പാടാല്ലേ. അത്രേ ഉള്ളൂ സംഭവം. ഇത് കാര്യം ഇപ്പം എഴുതിക്കൊണ്ട് വന്നു. ഞാൻ അതും കൊണ്ട് പോയി. കാര്യം എനിക്ക് ഫ്ലൈറ്റിന് ടൈമായി.
അവിടെ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ അതിലൊരു പല്ലവിയേ ഉള്ളൂ, ചരണമൊന്നുമില്ല. അപ്പം ഞാൻ അണ്ണാച്ചി വിളിച്ചു, അണ്ണാച്ചി ഞാൻ ഇന്ന് പാടി അവർക്ക് മറ്റന്നാളുന്ന ഷൂട്ടാണ്, ഇത് അയക്കണം. അതപ്പോൾ ഉണ്ടല്ലോ, നീ പാടിത്തന്ന അതിനകത്തുണ്ടല്ലോ. ഞാൻ പറയും പല്ലവിയേ ഉള്ളൂ, ചരണമൊക്കെ അവിടെ. ചരണത്തിന് പേര് താനം എന്ന് എഴുതിയേക്കുന്നു, താനം. കാര്യം ഞാൻ ഡമ്മി പാടി അയക്കാറുണ്ട്. അപ്പോൾ ഇതിന് മാത്രം ഞാൻ എല്ലാം തന്നാനെന്ന് പാടി. അപ്പോൾ ഇതൊന്നും ലിറിക്കല്ല, ഇത് താനമാണ്. ഇത് അദ്ദേഹം വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ താനം അത് ധരിക്കരുത്, എനിക്കിപ്പോൾ ലിറിക്കുവാണ്. സത്യം എനിക്കിപ്പോൾ പറയുമ്പോഴും ഞാൻ മനസ്സിൽ വിഷമം വരുന്നത്. കാര്യം പറഞ്ഞ് കേട്ടിട്ട് ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു തന്നതാണ് ലിറിക്സ്. അത് ഭാവയാമി എന്നുള്ള പാട്ടാണ്. അതിൽ കൽപ്പാന്തകാലാതീത സംഗീത പുണ്യം നേടുവാൻ തുഴയാം മനസ്സേ ധ്വനിതരള വരിശകളിൽ അതുലതല കലവിരിയും ഇരുളിലൊരു വീണാനാദം കേൾക്കാമോ, സ്നേഹോദാരം പാടാമോ, ശ്രുതിയിടാൻ കടലുകൾ തരളമാകുന്നു എന്ന് എഴുതി തന്ന ഈ മനുഷ്യൻ. സത്യത്തിൽ എനിക്കിപ്പോൾ പറയുമ്പോഴും ഗിരീഷണ്ണാച്ച പറയുമ്പോൾ ഒരു വല്ലാത്ത വിങ്ങലാണ്, ഒരു നിവർത്തിയില്ല. ഇങ്ങനെ എഴുതാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇപ്പോൾ അണ്ണാച്ചേട്ടൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് വേറൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു പാട്ട് എഴുതി ട്യൂണിന് കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും തമ്മിൽ കാണാതെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നേരിട്ട് നമ്മൾ അണ്ണാച്ചനെ പാട്ട് കൊടുത്താൽ ഇങ്ങനെ വായിച്ചിട്ട്, അല്ലാതെ എഴുത്തുകാരനും കൂടെ ഇരുന്നിട്ട് ഇതൊന്ന് വായിച്ചോ അങ്ങനെ ചിട്ട ചെയ്യുന്നിട്ടുള്ള അനുഭവം എനിക്കില്ല. ഇതും കൊണ്ടങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൃത്യം നമുക്ക് വെളി വരും. അതെ, ആ ഒരു വാക്ക് എന്താ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താ, അല്ലെ അത് ആ വാക്ക് ഇങ്ങനെ വളഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്നാൽ ഇത് ആദ്യമേ ചോദിച്ചിട്ട് അങ്ങനെ പോകുന്ന സ്വഭാവമൊന്നുമില്ല. അന്നേരം ചിലപ്പോൾ മേടിച്ചിട്ട് കുഴപ്പമില്ല ശരിയാക്കാം എന്ന് പറഞ്ഞ് പോകും. പോയിട്ട് ഈ റെക്കോർഡിങ് സമയത്ത് ഈ ഓരോ വാക്കിന് വേണ്ടിയും ഓരോ വരിക്ക് വേണ്ടിയും വളരെ നിഷ്കർഷയോടെ ഇരുന്ന് മിനുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഇരുന്ന് അല്ലാതെ അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്. അതാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. സമാഗമത്തിൽ വന്നതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ മനസ്സിലിങ്ങനെ ഏതോ കോണിൽ ലഡുവും ജിലേബിയൊക്കെ വെച്ചിരിക്കുന്ന അലമാരിയിൽ വെച്ചിരിക്കുന്ന സൗഹൃദങ്ങളാണ്. പൊട്ടും അതിപ്പോൾ ഒന്ന് പൊട്ടിയതിൻ്റെ ഒരു സന്തോഷം.